കോടതി വിധിയെ മറികടന്ന് വെനിസ്വേലൻ പൗരന്മാരെ കടത്തിയ നടപടികൾ കർശനമായ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജ് ജെയിംസ് ഡി ബോസ്ബർഗ്. കഴിഞ്ഞ ദിവസം 15-ാം തീയതി വെനിസ്വേലൻ പൗരന്മാരെ എൽ സാൽവഡോറിലേക്ക് കടത്തിയത് കോടതി ഉത്തരവിനെ മറികടന്നായിരുന്നു. ഇവരെ നാടുകടത്തുന്നതിൻ്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വർഷങ്ങൾ പഴക്കമുള്ള ഏലിയൻസ് എനിമി ആക്ട് വീണ്ടും രാജ്യസുരക്ഷയുടെ പേരിൽ നടപടികൾക്കായി ഉപയോഗിച്ചു. ഇത്തരക്കാരെ രാജ്യത്തിന് ഭീഷണിയായി കാണുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയാൽ പ്രസിഡന്റിന് ഇവരെ നാടുകടത്താൻ അധികാരമുണ്ടാകും. ഇങ്ങനെയാണ് ട്രംപ് ഈ നിയമം വെനിസ്വേലൻ പൗരന്മാർക്ക് നേരെ പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നത്. ഇവർ വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡോറോയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലേക്ക് കടന്നവരാണെന്നായിരുന്നു നാടുകടത്തലുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ വാദം. ഇവരെ താമസിപ്പിക്കുന്നതിനായി എൽ സാൽവഡോറിൽ US തന്നെ പണം മുടക്കിയായിരുന്നു ഡിറ്റൻഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കോർട്ട് ഫയലിംഗ് വിധിയിൽ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകളെ തിരികെ എത്തിക്കാൻ ഉത്തരവ് വന്നിരുന്നു. ഇങ്ങനെ തൻ്റെ ഉത്തരവ് ലംഘിച്ച് നാടുകടത്തൽ നടപടിയിലാണ് ഫെഡറൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ജെയിംസ് ഇ ബോസ്ബർഗ് അതൃപ്തി രേഖപ്പെടുത്തിയത്. കുടിയേറ്റക്കാരുമായി പോയ വിമാനം ഏതു സമയത്താണ് രാജ്യം വിട്ട് എൽ സാൽവഡോറിലേക്ക് എത്തിയതെന്ന് ജഡ്ജിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഇതേവരെ ഭരണകൂടത്തിന് സാധിച്ചില്ല. മാത്രമല്ല, ജഡ്ജിക്ക് സ്വകാര്യമായി നൽകിയ പ്രസ്താവനയിലൂടെയാണ് ഭരണകൂടം ഉത്തരവിൽ പ്രതികരിച്ചത്. എന്നാൽ വിശദമാക്കിയ വിവരങ്ങൾ നേരത്തെ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഭരണകൂടം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ സർക്കാർ ഒരു നിയമോപാധികൾ ഉപയോഗിക്കുമോ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നും ജഡ്ജി പറയുന്നു. നേരത്തെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാടുകടത്തൽ വിമാനങ്ങളുടെ വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ബോസ്ബർഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ദേശീയ സുരക്ഷയുടെ പേരിൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്ന് പറയുന്നതും ഇതേ വിവരങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പുറത്തുവിട്ടിരിക്കുന്നുവെന്നും ബോസ്ബർഗ് വിമർശിച്ചു. അതേസമയം വാഷിംഗ്ടൺ ജഡ്ജ് ജെയിംസ് ഇ ബോസ്ബർഗിനെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതടക്കം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ബോസ്ബർഗിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ട്രംപ് ഇങ്ങനെ കുറിച്ചു: ഹീസ് എ റാഡിക്കൽ ലെഫ്റ്റ് ലുനാറ്റിക്. പൊതുവെ ഇടതാശയം പുലർത്തുന്നവരെ വിമർശിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണിത്. വോട്ടർമാർ എന്നോട് ആവശ്യപ്പെട്ടതാണ് ഞാൻ ചെയ്യുന്നത്. തന്നെ നേരിട്ട വക്രബുദ്ധിയുള്ള പല ജഡ്ജിമാരെ പോലെ തന്നെ ബോസ്ബർഗിനെയും പുറത്താക്കുമെന്ന് പറഞ്ഞ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ട്രംപിൻ്റെ കുടിയേറ്റ നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനം ബോസ്ബർഗ് നടത്തിയിരുന്നു. 2020 US സെൻസസ് കണക്കിൽ നിന്ന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ പദ്ധതി നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം വിധിച്ചിരുന്നു. പൊതുവെ രാഷ്ട്രീയ നിലപാടുകൾ ഫെഡറൽ ജഡ്ജിമാർ പുറത്തു കാണിക്കാറില്ലെങ്കിലും ട്രംപിനെതിരെയുള്ള പല നിലപാടുകളും എടുത്ത ഒരു വ്യക്തി കൂടിയാണ് ബോസ്ബർഗ്. പ്രസിഡന്റ് ബറാക് ഒബാമ ഭരണത്തിലിരിക്കുന്ന സമയത്താണ് ബോസ്ബർഗ് സ്ഥാനമേൽക്കുന്നത്. കുടിയേറ്റവും സർക്കാർ സുതാര്യതയും സംബന്ധിച്ച കേസുകൾ ഉൾപ്പെടെ ട്രംപിൻ്റെ കാലഘട്ടത്തിലെ നയങ്ങളെ ബാധിക്കുന്ന പല വിധികളും ബോസ്ബർഗ് എടുത്തിട്ടുണ്ട്.